ഏവർക്കും ശ്രീമാസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഡിഗ്രി പ്രിലിംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും. SI സബ് ഇൻസ്പെക്ടർ 2024 26/9/24 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. 2000-ന്റെ തുടക്കത്തിലെ വില നമ്മൾ എക്സ് ആണെന്നിരിക്കട്ടെ, നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് എന്ന് എടുക്കുന്നു. അപ്പൊ പുതിയ വില, അതായത് എക്സും 25% വർദ്ധിച്ചു, അതായത് 125/100 വർദ്ധിക്കുമായതുകൊണ്ട് 100ന്റെ കൂടെ എപ്പോഴും 100നെ അടിസ്ഥാനപ്പെടുത്തി തന്നെ 25 കൂട്ടി 100ന്റെ കൂടെ 125/100 ഇൻറ്റു പിന്നെ 40% വർദ്ധിച്ചു, അപ്പൊ 140/100 100ന്റെ കൂടെ 40 കൂടെ കൂട്ടുക, ശതമാനം 100നെ അടിസ്ഥാനമാക്കി പറഞ്ഞു, ഇൻറ്റു പിന്നെ 30% കുറഞ്ഞു എന്ന് പറയാൻ 100ൽ നിന്ന് 30 കുറയ്ക്കുക, 70%. 70% കൊടുക്കണ്ട, 30%, 100% എന്ന് പറയാൻ ഫുള്ളാണ്, 30% കുറഞ്ഞു എന്ന് പറയാൻ 100ൽ നിന്ന് 30 കുറയ്ക്കുക, 40% കൂടി എന്ന് പറയാൻ 100ന്റെ കൂടെ 40 കൂട്ടുക, 140% കൊടുക്കണം. ആദ്യത്തെ വില, യഥാർത്ഥ വില ഗുണം ഇത് 25% കൂടിയോണ്ട് 125/100, 40% കൂടിയോണ്ട് 140/100, 30% കുറഞ്ഞുകൊണ്ട് 70% കൊടുക്കണ്ടു, 70/100 സമം പുതിയ വില. ആദ്യത്തെ വില, യഥാർത്ഥ വില, തുടക്കത്തിലെ വില ഇൻറ്റു ഇത് കൂടി 25%, അതുകൊണ്ട് 125/100, പിന്നെ 40% വീണ്ടും വർദ്ധിച്ചു, 140/100 വർദ്ധിച്ചുകൊണ്ട് 100ന്റെ കൂടെ 40 കൂട്ടി, പിന്നെ 30% കുറഞ്ഞു, അപ്പൊ 100ൽ നിന്ന് 30 കുറയ്ക്കണം, 70% കൊടുക്കണ്ടു, 70/100 എന്ന് പറയുന്നത് പുതിയ വില തന്നിട്ടുണ്ട്. 2003 തുടക്കത്തിൽ 980 ആണ്. അപ്പൊ എക്സ് കാണാൻ ഈ സംഖ്യ കൂടെ കിടക്കുന്ന ഈ ഫ്രാക്ഷൻസ് ഇത് മൊത്തം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 980 ഡിവൈഡഡ് ബൈ ഇത് 125/100 ഇൻറ്റു 140/100 ഇൻറ്റു 70/100. അപ്പൊ കുറെ ഫ്രാക്ഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ എല്ലാം തിരിച്ചിട്ടം ഗുണിച്ചാൽ മതി. അതായത് 980 ഇൻറ്റു 100/125 ഇൻറ്റു 100/140 ഇൻറ്റു 100/70. ഇത് ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് 800 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് തുടക്കത്തിലുള്ള വില നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എക്സ് എന്ന് എടുക്കുന്നു. അപ്പൊ എക്സിന്റെ 25% കൂടി, എക്സിന്റെ ആദ്യത്തെ വിലയുടെ 25% കൂടി അടുത്ത വർഷം, അതായത് എക്സ് ഇൻറ്റു 125/100 ഇൻറ്റു പിന്നത്തെ വർഷമോ, പിന്നത്തെ വർഷവും 40% കൂടി, അതുകൊണ്ട് 100ന്റെ കൂടെ 40 കൂടി, 140/100 ഇൻറ്റു പിന്നത്തെ വർഷമോ 30% കുറഞ്ഞു, അതുകൊണ്ട് 100ൽ നിന്ന് 30% കുറച്ചു കൊടുത്താൽ മതി. അതായത് ആ 100% എന്ന് പറഞ്ഞാൽ മൊത്തം, 30% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 70/100, 100ൽ നിന്ന് 30 കുറയ്ക്കുക, സമം പുതിയ വില. ആദ്യം ഉണ്ടായിരുന്ന വിലയുടെ അതിൽ നിന്ന് 25% കൂടി, അതായത് 125/100, 40% കൂടി, അതായത് 140/100, പിന്നെ 30% കുറഞ്ഞു, അപ്പൊ 100ൽ നിന്ന് 30 കുറയ്ക്കും, 70% കൊടുക്കുന്നുണ്ട്, 70/100 എന്ന് പറയുന്നത് പുതിയ വിലയാണ്. 980, 2003 തുടക്കത്തിൽ, 2000, 2001, 2002, 2003. അപ്പൊ ആദ്യത്തെ വില എക്സ് ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇത്രയും നമുക്ക് എക്സ് ഇൻറ്റു ഇത്രയെന്ന് പറയുന്നത് 980 ആണ്. അപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 980 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൽ ഉള്ളത് മൊത്തം. കുറെ ഫ്രാക്ഷൻസ് ഇട്ടിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 980 ഇൻറ്റു ആ ഡിവൈഡ് ചെയ്യേണ്ട ഫ്രാക്ഷൻസ് എല്ലാം തിരിച്ചിട്ടാൻ ഗുണിക്കുക, 800 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ഓടുകയാണ്. ആദ്യത്തെ 20 കിലോമീറ്റർ 5 km/h വേഗതയിലാണ് പോകുന്നത്. അതായത് ഡിസ്റ്റൻസ് 20, സ്പീഡ് 5. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 20/5 4. ആദ്യത്തെ സമയം എത്രയാണ്? 4 മണിക്കൂർ. ഇനി രണ്ടാമതൊരു 14 കിലോമീറ്റർ, ഇതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 7 km/h. അതിന് ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതായത് 14/7 2 മണിക്കൂർ. രണ്ടാമത്തെ ടൈം. മൂന്നാമത്തെ ദൂരം 16 കിലോമീറ്റർ, 16 കിലോമീറ്റർ, സ്പീഡ് 8 km/h ആണ്. അതുകൊണ്ട് ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 2. ആദ്യത്തേന് 4 മണിക്കൂർ. ശരാശരി വേഗത നമുക്ക് ചോദിച്ചേക്കുന്നത്. ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്യണം? ആകെ ദൂരം
3 പാർട്ടായിട്ടാണല്ലോ ബൈ ആകെ സമയം. ആദ്യമുള്ള 20 കിലോമീറ്റർ 5 km/h സ്പീഡിലും, രണ്ടാമത്തെ 14 കിലോമീറ്റർ 7 km/h സ്പീഡിലും, മൂന്നാമത്തെ 16 കിലോമീറ്റർ 8 km/h സ്പീഡിലുമാണ് പോകുന്നതെങ്കിൽ അയാളുടെ ശരാശരി വേഗതയാണ്. ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം. ഓരോന്നിന്റെയും ടൈം കണ്ടുപിടിക്കണം. ആകെ ദൂരം നമുക്കിവിടെ അറിയാം, 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ 20, 14, 16 കൂടെ കൂട്ടിയാൽ മതി. അത്രയും ചെയ്യാൻ നിൽക്കേണ്ട. ആകെ ദൂരം 50 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 20/5 4. ആദ്യത്തെ എടുക്കുന്ന സമയം 4 മണിക്കൂർ. രണ്ടാമത്തെ 14/7 2 മണിക്കൂർ. മൂന്നാമത്തേതും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 16/8 2. അപ്പൊ ആദ്യത്തെ സമയം 4, രണ്ടാമത്തെ 2 2, മൂന്നാമത്തേത് 2. അപ്പൊ നമുക്ക് ആകെ ദൂരം ഡിവൈഡഡ് ബൈ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം. ആകെ ദൂരം എത്ര? 50 ഡിവൈഡഡ് ബൈ ആകെ സമയം എത്ര? 4 2 2. 4 + 2 + 2, അതായത് 50/4 + 2 + 2 50/8 6.25 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 6.25 km/h. ഇവിടെ ഈ ശ്രേണി എങ്ങനെയാ പോയേക്കുന്നതെന്ന് നോക്കാം. ശ്രേണിയിലെ ഏറ്റവും ഈ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 14, 36, 133, 352. ഈ ശ്രേണിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. 14 എന്ന് പറയുന്നത് 2³ + 6. ഇത് 3³ + 7. അതായത് ആദ്യത്തെ പ്രൈം നമ്പർ ഏതാ? അഭാജ്യ സംഖ്യ ഏതാ? 2. അടുത്തത് 3, പിന്നെ 5, അടുത്തത് 7. 2³ + 6. 6 കൂട്ടി 7 കൂട്ടി 8 കൂട്ടി 9 കൂട്ടി. അപ്പൊ ഇനി 2 കൂട്ടി 2³ 3³ 5³ 7³. അടുത്ത എന്ത് വരും? അടുത്ത പ്രൈം നമ്പറിന്റെ ക്യൂബ് 11³ പ്ലസ് ഇവിടെ 6 കൂട്ടി 7 കൂട്ടി 8 കൂട്ടി 9 കൂട്ടി 10 കൂട്ടണം. 11³ + 10. ഇവിടുത്തെ ആദ്യത്തെ അഭാജ്യസംഖ്യ 2. 2³ + 6. അടുത്ത അഭാജ്യസംഖ്യ 3 പ്രൈം നമ്പർ 3³ + 7. അടുത്ത അഭാജ്യസംഖ്യ 5. 5³ + 6 കൂട്ടി 7 കൂട്ടി 8 കൂട്ടി. അടുത്ത അഭാജ്യസംഖ്യ പ്രൈം നമ്പർ 2 3 5 കഴിഞ്ഞാൽ പിന്നെ 7. 7³ + 6 കൂട്ടി 7 കൂട്ടി 8 കൂട്ടി 9 കൂട്ടി അങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ ഇത് വരും 7³ + 9. അതാണ് ഈ വന്നേക്കുന്നത് 352. 343 9. ഇത് 125 8 133. ഇവിടെ 8 6 14. ഇവിടെ 3³ + 27 7 34. അടുത്ത 125 5³ + 8 125 8 133. അടുത്ത 343 വരും 7³ 343 9 352. അപ്പൊ അടുത്ത എന്ത് വരും? അടുത്ത പ്രൈം നമ്പറിന്റെ ക്യൂബ് പ്ലസ് 6 കൂട്ടി 7 കൂട്ടി 8 കൂട്ടി 9 കൂട്ടി 10 കൂട്ടുക 1331 വരും. 11³ + 10 1341. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആ രീതിയിലാണ് ശ്രേണി പോയേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2200-ൽ പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇതിന് കുറച്ച് ട്രിക്കുകളും ടിപ്പുകളും ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.